കാരണം ആൾക്ക് അറിയില്ല ഈ പടം എങ്ങനെ വന്നിട്ടുണ്ടെന്ന്. ആള് പടം കണ്ടിട്ടില്ല. പക്ഷെ എന്നിട്ട് നമ്മളെ ഓക്കെ ഈ പയ്യന്മാർ രക്ഷപ്പെട്ട് ഫോട്ടോ എന്ന് വെച്ചാൽ ധ്യാൻ ചേട്ടൻ നമുക്ക് ആ തന്നുകൊണ്ട് കൂടിയാണ്. അപ്പൊ എനിക്ക് നെക്സ്റ്റ് പാർട്ടിൽ ത്രൂ ഔട്ട് ധ്യാൻ ചേട്ടന്റെ കഥ നെക്സ്റ്റ് പാർട്ടിൽ വരുമ്പോൾ ധ്യാൻ ചേട്ടൻ 60 ദിവസം മതിയാകും. അറിയില്ല. ഞാൻ പറഞ്ഞ മിനിമം ഞാൻ പറഞ്ഞതാണ്. എനിക്ക് ത്രൂ ഔട്ട് ധ്യാൻ ചേട്ടനെ വെച്ച് ഈ ഓട്ടോ സത്യം പറഞ്ഞ ഉദയനാനകാലത്തിന്റെ ക്ലൈമാക്സിൽ ഇവർ ഷൂട്ട് ചെയ്യുന്ന രീതിയിലുണ്ട്. ഈ സിനിമ ഹോൾ ഇങ്ങനെയായിട്ട് ചെയ്യുന്നത്. ഞങ്ങൾ എഡിറ്റ് ഫുട്ടേജ് നോക്കി കഴിഞ്ഞാൽ എഡിറ്റ് ഫുട്ടേജ് മാത്രം 4 മണിക്കൂറിന് അടുത്തുണ്ടായിരുന്നു. ഇത് വേറൊരു സിനിമയുണ്ട്, ഇത് വേറെ കിടക്കുന്നുണ്ട്. അപ്പൊ അത്രയും നമുക്ക് എഡിറ്റിൽ റിമൂവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ഹ്യൂമറുകൾ ഉൾപ്പെടെ. എന്നിട്ടാണ് ഈ കാണുന്ന ഫോമിലേക്ക് എത്തിക്കാൻ പറ്റിയത്. ഇപ്പൊ നെക്സ്റ്റ് ടൈം എന്റെ DOP ഉൾപ്പെടെ അസിർ എന്നാണ് അവന്റെ പേര്. പാവം ഒരുപാട് ഹാർഡ് വർക്ക്. കാരണം ഞാൻ അവനും കൂടെ ചെയ്യാത്ത പണിയൊന്നുമില്ല സിനിമയ്ക്ക് വേണ്ടി. അവന്റെ പേര് നിങ്ങൾക്ക് കാണാം, പോസ്റ്റ് സൂപ്പർവൈസർ എന്നൊരു DOPയുടെ പേരാണ്. മലയാളത്തിൽ ഒരു സിനിമയിൽ അങ്ങനെ DOP. കാരണം ഞാൻ അവനും കൂടെയാണ് ഓടി നടന്ന് ഇപ്പൊ ഇന്ന് രാവിലെ പോലും ഞങ്ങൾ രണ്ടുപേരും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞത് മ്യൂസിക് ഡയറക്ടേഴ്സ് ആണെങ്കിലും പാവങ്ങൾ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത് അടുത്തൊരു പടം നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് സമാധാനത്തോടെ എല്ലാ രീതിയിലും ഇതുപോലത്തെ കഷ്ടപ്പെടാതെ എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഇതുപോലെ കൊണ്ടുവരും, കൊണ്ടുവരും ഫുൾ എനിക്ക് കൊണ്ടുവരാം. ഇത് വർക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ധ്യാനത്ത് പറയാം ചേട്ടാ വെയിറ്റ് ലോസ് ചെയ്യാൻ. നമ്മുടെ ബോഡി ലാംഗ്വേജിന് മാറ്റങ്ങൾ വരും, നമ്മൾ പറയുന്ന ഡയലോഗിന്റെ മീറ്ററിൽ മാറ്റം വരും. ശരിക്കും കോമഡി ചെയ്യാനാണ് ഏറ്റവും വിഷമം. എല്ലാവരും പറയും കോമഡി ചെയ്യാനാണ് ഏറ്റവും വിഷമം. ശരിയും ഒരുപാട് കോമഡി അങ്ങനത്തെ ക്യാരക്ടർ ചെയ്യണമെന്നാണ് ആഗ്രഹം. ടോട്ടലി വേറെ ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് മാറ്റി ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് കൂടുതൽ ചെയ്യണമെന്നായിരുന്നു. ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 3-4 സിനിമ പറയാമോ?